ഹലോ എവരിവൺ, ബിഫോർ ദ സൺസെറ്റിൻ്റെ മണാലി കാഴ്ചകൾ 2ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്കുള്ള ഓൺ റോഡ് യാത്രയുടെ വിവരണമായിരുന്നു. ഹയർ റീജൻസിയിലെത്തി ഒന്ന് ഫ്രഷപ്പ് ചെയ്ത് ഞങ്ങൾ അടുത്ത ടൗൺ മാൾ റോഡിൽ എത്തിയിരിക്കുകയാണ്. മാൾ റോഡിനെ മണാലിയുടെ ഹൃദയം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഭാരതരത്നം അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു സ്റ്റാച്ചു പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മണാലിയിലെ ഒരു പ്രധാന തെരുവാണ് മാൾ റോഡ്. മുനിസിപ്പൽ കോർപ്പറേഷൻ, ഫയർ സർവീസ്, പോലീസ് ആസ്ഥാനം, അങ്ങനെ എല്ലാ ഓഫീസുകളും തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്യാവശ്യ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും ഈ റോഡിൽ അനുവദിക്കാറില്ല. സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പറ്റിയ ഒരിടം കൂടിയാണിത്. എന്നാൽ വളരെ ശാന്തമായൊരിടം. സ്വർഗഭൂമിയായ ഹിമാചലിൻ്റെ ശാന്തത നമുക്കിവിടെ അനുഭവിക്കാം. നിരവധി ഷോറൂമുകൾ, ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകൾ, ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ എല്ലാം ഇവിടെയുണ്ട്. പ്രാദേശികമായി രൂപകൽപ്പന ചെയ്ത കമ്പിളി വസ്ത്രങ്ങൾ, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ, മൺപാത്രങ്ങൾ, അതേപോലെ തടി ഉൽപ്പന്നങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങി ഹിമാചൽ പ്രദേശിലെ കരകൗശല ഉൽപ്പന്നങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാണ്. ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് എത്തിച്ചേരാൻ വൈകിയതുകൊണ്ട് കാര്യമായ ഫുഡൊന്നും ഞങ്ങൾ കഴിച്ചിരുന്നില്ല. അതുകൊണ്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടം പോലെ വെറൈറ്റി ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കും. പക്ഷേ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിന് മുതിർന്നില്ല. ദ പഞ്ചാബ്, ദ ലയൺ ഓഫ് പഞ്ചാബ്, പഞ്ചാബിലെ സിംഹം, അതാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഞങ്ങൾ മുതിർന്ന ആളുകളെല്ലാം ആലു പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. ഇവിടുത്തെ പാത്രങ്ങളൊക്കെ കണ്ടോ, വെട്ടിത്തിളങ്ങിയ ഗോൾഡൻ കളറിൽ. അതുപോലെ മെനു കാർഡും എല്ലാം ഗ്രാൻഡാണ്. പുരാതനമായ ആ ഹിമാചൽ ശൈലിയിലുള്ള വെസൽസാണ്. സ്വർണം പോലെ വെട്ടിത്തിളങ്ങുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇത് കണ്ടപ്പോൾ തന്നെ. ആലു പൊറോട്ടയും തൈരും ഹിമാചലിലെ ഒരു പ്രത്യേകതയാണ്. നല്ല കോമ്പിനേഷനാണ്. എങ്ങനെ കഴിക്കുമെന്നൊക്കെ ഞാൻ ആദ്യം കരുതിയെങ്കിലും കഴിച്ചപ്പോൾ നല്ലതാണ്. പിന്നെ കുറച്ച് പൊട്ടറ്റോ ചിപ്സും കുട്ടികൾക്ക് മറ്റു കുറച്ച് ഫുഡൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഭക്ഷണം കുശാലാക്കി. ഭക്ഷണം കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് മഴയായി. പിന്നെ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങൾക്ക് പുറത്തിറങ്ങാനായിട്ട്. ഇത് ഷേറി പഞ്ചാബിൻ്റെ താഴേലത്തെ നിലയാണ്. ചാറ്റൽ മഴയുണ്ടെങ്കിലും ഞങ്ങൾ ഇറങ്ങി. കാരണം സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്.
നാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ മറന്നു പോയാലും ഇവിടെ നല്ല വിലക്കുറവിന് ക്യാപ്പും അതുപോലെ ഗ്ലൗസുകൾ, ഷോളുകളെല്ലാം റീസണബിൾ റേറ്റിൽ നമുക്ക് കിട്ടും. അത് ഹിമാചലിൻ്റെ തനതായ ശൈലിയിലുള്ള ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ നിന്ന് അത്യാവശ്യം ഗിഫ്റ്റ് ഐറ്റംസൊക്കെ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങി. പക്ഷെ വില പേശി വാങ്ങണമെന്ന് മാത്രം. ഇത് ഇവിടുത്തെ ദുർഗാദേവി ക്ഷേത്രമാണ്. അതിന് മുന്നിലാണ് ഈ പന്തലിട്ടിരുന്നത്. ഇത് മനു മാർക്കറ്റിലേക്ക് പോകാനുള്ള വഴിയാണ്. ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റാണിത്. പക്ഷേ മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. സന്ധ്യയായി തുടങ്ങി. അതുകൊണ്ട് അതൊക്കെ വേണ്ടാന്ന് വെച്ചു. ഈ ദുർഗാദേവി ക്ഷേത്രത്തിലെ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ പ്രസാദം കൊടുക്കുന്ന പോലെയല്ല. ഇവിടെ ഇങ്ങനെ ബെഞ്ചിട്ടിട്ട് ഒരു കൂട്ടം കാർമ്മികരിരുന്ന് പ്രസാദം നൽകുകയാണ് ചെയ്യുന്നത്. മുകളിൽ നിന്ന് മഞ്ഞ് താഴേക്ക് ഒഴുകിയിറങ്ങുന്നത് നമുക്ക് കാണാം. തണുപ്പ് കൂടും. അതുകൊണ്ട് ഞങ്ങൾ അധികം വൈകാതെ താമസ സ്ഥലത്തേക്ക് മടങ്ങി. വാക്കബിൾ ഡിസ്റ്റൻസ് ഉള്ളൂ, എങ്കിലും ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ പകൽ കണ്ട ആ താഴ്വാരമല്ല ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ സൂപ്പർ വ്യൂ ആയിരുന്നു. ലൈറ്റുകളൊക്കെ നിറയെ സൂപ്പറായിരുന്നു. നാളെ സാക്ഷാൽ മഞ്ഞിൽ കളിക്കാനുള്ളതാണ്. കുളിക്കാനും കളിക്കാനും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.